بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا رب تمم بالخير والسعادة اللهم اغفر لنا وارحمنا لوالدينا لمشايخنا لأساتذتنا لمصنف هذا الكتاب ولمحشيه ولجميع الشراح والصالحين. നിസ്കാരത്തിന്റെ ഷർത്തുകൾ 4 പറഞ്ഞു. ഇനി 5-മത്തത് പറയാം. അവയിൽ 5-മത്തതാകുന്നത് ഇസ്തിഖ്ബാലു ഐനിൽ ഖിബലത്തി, ഖിബലയുടെ തടിയെ മുന്നിടണം. ഖിബലയുടെ തടി എന്നോട് കൂട്ടിക്കൊടുത്തത് ഖിബലയുടെ ഭാഗത്തേക്ക് മുന്നിട്ടാ പോരാ എന്ന് പറഞ്ഞാല് സുമാറ് ആ ഭാഗത്തേക്കാണ് മുന്നിട്ടു, നേരെ തടിമിക്കായില്ല. അങ്ങനെ പോരാ, മറിച്ച് തടിയെ തന്നെ മുന്നിടണം, നേരെ തടിമക്കാണ് തിരണം. കഅബത്തി, ഖിബല എന്നുകൊണ്ട് ഉദ്ദേശം കഅബ. ബിസ്വദിരി, നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത്. നെഞ്ച് തല തിരിച്ചും മറ്റേ മുഖം മാത്രം അങ്ങോട്ട് തിരിഞ്ഞാൽ പോരാ, നെഞ്ചുകൊണ്ട് മുന്നിടണം. മുഖം കൊണ്ട് മുന്നിടാനൊന്നല്ല, നെഞ്ചുകൊണ്ട്. ഫലായപ്പം മതിയാകൂല ഇസ്തിഖ്ബാലു ജിഹത്തിഹാ, കിബലയുടെ ജിഹത്തിലേക്ക് ഇസ്തിഖ്ബാല് ചെയ്യൽ, മുന്നിടൽ മതിയാകൂല. അതിന്റെ ഭാഗത്തേക്ക്, നേരെ തടിമക്ക് മുന്നിടില്ല, ആ ഭാഗത്തേക്ക് ഒരു സുമാറൊക്കെ അങ്ങോട്ട് ആവുണ്ടെന്നല്ലാതെ തടിമക്കായിട്ടില്ല, ഭാഗത്തേക്ക് മുന്നിടൽ മതിയാകൂല. ഖിലാഫൽ അബീ ഹനീഫത്ത, അബൂ ഹനീഫ ഇമാമിന് മാറ്റം റഹിമഹുല്ലാഹ് റഹ്മത്തുള്ളാഹി. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ജിഹത്തിലേക്ക് മുന്നിട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. നമ്മളെ ആയിനിലേക്ക് മുന്നിടണം എന്നാ പറയുന്നത്. ഇമാമിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. ചിലപ്പോൾ ചിലയിടത്തൊക്കെ കുടുങ്ങിയാല് ജിഹത്തിലേക്ക് മുന്നിടാം. ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇത് വരും. ഇമാമ അങ്ങോട്ട് അങ്ങനെ ജിഹത്ത് മതി എന്നുള്ളിടത്തേക്കുള്ള പോക്ക. കിബിലക്ക് മുന്നിടണമെന്നാണ് അശക്തന്റെ ഹക്കിലേക്ക്. കിബിലയെ തൊട്ട് ഒരാളെ കിഴക്കോട്ട് തിരിച്ച് എന്താക്കിയിട്ടുണ്ട്, കെട്ടിയിട്ടിട്ടുണ്ട്. അവൻക്ക് നിസ്കാരത്തിന്റെ സമയമായി, അപ്പൊ കിബിലക്ക് മുന്നിടാൻ കഴിയണില്ല. അപ്പൊ കെട്ടിയോടത്തേക്ക് നിസ്കരിച്ച ഇല്ലാ ഫി ഹഖിൽ ആജിസ് അൻഹു, കിബിലക്ക് മുന്നിടലിനെ തൊട്ട് അശക്തനായവന്റെ ഹക്കിലേക്ക്. ഇല്ലാ ഫി ഹഖി വഫി സ്വലാത്തി ശുദ്ധത്തി ഖൗഫിൻ, ഇല്ലാന്റെ ആ മഅ്തൂഫ് മുഖഫ, ഇല്ലാന്റെ ശേഷമല്ല. ഫി ഹഖിൽ ആജിസ് വഫി സ്വലാത്തി ശുദ്ധത്തി ഖൗഫിൻ, പേടി ശക്തിയായവന്റെ നിസ്കാരത്തിലും ഒഴികെ. പേടിച്ച് ഓടുന്ന നിസ്കാരത്തിലാണ്. ഉദാഹരണത്തിന് യുദ്ധമാണ്, യുദ്ധം തിങ്ങിവെട്ടുന്ന സമയത്ത് നിസ്കാരത്തിന് സമയം നിസ്കരിക്കണം. അപ്പൊ യുദ്ധം ചെയ്തുകൊണ്ട് നിസ്കരിക്കും. അങ്ങനെയുള്ള ഘട്ടത്തില് അപ്പൊ അത്രയും ഘട്ടങ്ങളിൽ വരെ നിസ്കാരം ഖളാഅക്കാൻ പാടില്ല. ഇന്ന് നമ്മള് ആരോഗ്യവും നല്ല ഉത്സാഹമുണ്ടായിട്ട് നിസ്കരിക്കൂല ചില മനുഷ്യന്മാര്. ഏതായിരിക്കട്ടെ, പേടി ശക്തി അല്ലെങ്കിൽ നിസ്കാരം ഖളാഅാകാൻ നിൽക്കണം. അപ്പൊ ഒലിപ്പ് വെള്ളം കണ്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ തീ കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഓടാണ്, ബാക്കിൽ തീ ഇങ്ങനെ പടർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒലിപ്പ് വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഓടിയതാണ്. അപ്പൊ നിസ്കാരം ഖളാഅാകാനായി ചെയ്തിട്ട് നിസ്കരിക്കാൻ നിന്നു. അങ്ങനെ നാം ഓടിക്കൊണ്ട് നിസ്കരിക്കണം. അങ്ങനെ പേടി ശക്തിയായ നിസ്കാരത്തിലേക്ക് അപ്പൊ വിലക്ക് മുന്നിടണ്ട. ഒന്ന് അശക്തൻ, ഒന്ന് പേടി ശക്തിയായവൻ. വലോ ഫർളൻ, ഫർളാണെങ്കിൽ ശരി. ഫൈസല്ലി, അവൻ നിസ്കരിക്കാം. കൈഫ അംകന, അവൻ സാധിക്കുന്ന വിധത്തിൽ. മാസിയൻ, നടന്നുകൊണ്ടോ, അവർ ആക്കിബൻ, വാഹനപ്പുറത്തോ, മുസ്തഖ്ബിലൻ, കിബിലക്ക് മുന്നിട്ടോ, മുസ്തഖ്ബിറൻ കിബിലക്ക് പിന്നിട്ടോ ഒക്കെ നിസ്കരിക്കാം. കഹാരിബിൻ, അതാരെ പോലെ, ഓടുന്നവനെ പോലെ, പേടിച്ചോടുന്നവനെ പോലെ. മിൻ ഹരീസിൻ, തീപിടുത്തത്തെ തൊട്ട്. വസൈലിൻ, ഒലിപ്പ് വെള്ളത്തെ തൊട്ട്. മിൻ ഹരീസിൻ വസൈലിൻ. വസബൂൻ, വന്യജീവികളെ തൊട്ട്, കാട്ടുജീവികളെ തൊട്ട്. ആ ഒരു പുലി വരുന്നുണ്ട്. വഹയ്യത്തിൻ, പാമ്പിനെ തൊട്ടൊക്കെ പേടിച്ചോടുന്നവന്റെ നിസ്കാരം പോലെ. വമിൻ ദായിൻ, കടക്കാരനെ തൊട്ട് പേടിച്ചോടുന്നവൻ. ഒരാൾക്ക് കടം കൊടുത്തത് കഴിഞ്ഞ് അപ്പൊ അയാള് നമ്മളെ കത്തിയിട്ട് വരുന്നുണ്ട് കൊല്ലാനും, അവനക്ക് കടം തിരിച്ചു കൊടുക്കാനാണ്. പക്ഷെ എപ്പോഴും ഇന്ത്യ ഏസാരി, കടം വീട്ടാൻ പ്രയാസമുള്ള ആളാണെങ്കിൽ, കടം വീട്ടാനിപ്പോ പ്രയാസം ഉണ്ടായിട്ടാണ് വീട്ടാത്തത്, പൈസ ഉണ്ടായിട്ട് വീട്ടാത്തതല്ല. പ്രയാസമുള്ള സമയത്ത് കടക്കാരൻ ഓടും പോലെ, കടം കൊടുത്താൾ ഓടും പോലെ.
അങ്ങനെ പ്രയാസമുള്ള ആൾക്ക് എന്ത് ചെയ്യണം എന്നാണ്? കടം കൊടുത്ത ആളെ ഇളവ് കൊടുക്കണം എന്ന് പറഞ്ഞാല് അയാൾ കുറച്ചും കൂടി നീട്ടി കൊടുക്കണം, അവധി നീട്ടി കൊടുക്കണം. അത് നിർബന്ധം. അങ്ങനെ പ്രയാസമുള്ള ഘട്ടത്തിൽ കടക്കാരൻ എന്താകാണ്? കടം കൊടുത്ത ആളെ പേടിച്ചോടാണ് മറ്റേ ചങ്ങൈനെ. അങ്ങനെയുള്ള ഘട്ടത്തിൽ നിസ്കാരം എന്താക്കാം? കിബിലക്ക് മുന്നിടാതെ നിസ്കരിക്കാം. പക്ഷെ പൈസ ഒക്കെ ഉണ്ട്, ഇങ്ങോട്ട് കൊടുക്കാതെ അങ്ങനെ തിരിഞ്ഞടിച്ചാണ്. അങ്ങനെയുള്ള ആളല്ല. അങ്ങനെയുള്ള ആൾക്ക് നിസ്കാരം അങ്ങനെ പേടിച്ചോടുന്നവൻ നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല. അവൻക്ക് എന്ത് ചെയ്യണം? അവൻക്ക് പൈസ കൊടുത്താൽ മതിയല്ല. ഹബസിൻ, അറസ്റ്റിനെ ഭയപ്പെടുന്നവൻ എന്ന സമയത്ത് ഈ കടക്കാരെ അറസ്റ്റ് ചെയ്യും. കിബിലക്ക് മുന്നിടാൻ നിർബന്ധമില്ലാത്ത നിസ്കാരത്തിലേക്ക് സൂചന. എന്തിനും വൈക കിബിലക്ക് മുന്നിടണം, അശക്തനൈക പേടിശക്തിയാവുന്ന നിസ്കാരം വൈക. ഹലാലായ യാത്രക്കാരന്റെ യാത്രയിലെ സുന്നത്ത് നിസ്കാരം. അത് നമുക്ക് എളുപ്പമുള്ള കാര്യം. ഹലാലായ യാത്ര ചെയ്യുമ്പോൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ കിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ല. അത് ഒരു പ്രയാസമില്ല. കിബിലക്കൊക്കെ മുന്നിട്ട് നിസ്കരിക്കുക. യാത്രയിലെ സുന്നത്ത് നിസ്കാരാണെങ്കിൽ കിബിലക്ക് മുന്നിടണ്ടാവും. അയാളാ നമ്മളിപ്പോ എങ്ങട്ട് യാത്ര പോകണം? ഹലാലായ യാത്ര ആണ്. ഉദാഹരണത്തിന് ബോംബെ പോവാണ്. അപ്പൊ നമ്മുടെ ഫർദ് നിസ്കരിക്കാനൊക്കെ എവിടെ വെച്ച പള്ളിയില്ല, എവിടെ വെച്ചാ അവിടെ ഒരു സൗകര്യം എടുത്ത് ഇറങ്ങി നിസ്കരിച്ചു, അല്ലെങ്കിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്നൊക്കെ നിസ്കരിച്ചു. അപ്പൊ സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ എന്താക്കണ്ട? അവിടെ കിബിലക്ക് മുന്നിട്ട് ഇറങ്ങി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സുന്നത്ത് നിസ്കാരത്തിന് വണ്ടി കയറിയതിനു ശേഷം വണ്ടി ഇങ്ങനെ പോകുമ്പോൾ പോകുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇരുന്ന് ആ പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് നിസ്കരിച്ചാൽ മതി. വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നിസ്കരിക്കാം, ആദ്യം കാട്ടി നിസ്കരിച്ചാൽ മതി. ഇരുന്ന് കൊണ്ട് ആദ്യം കാട്ടിയാലും മതി. അപ്പൊ കിബിലക്കൊന്നും മുന്നിടണം, മുന്നോട്ട് പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് നിസ്കരിക്കാം. അപ്പൊ ഹലാലായ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിന് ഒരു പ്രയാസമില്ല. ആണെങ്കിൽ അവിടെ നിന്ന് കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ കഴിയും. എങ്കിൽ പോലും യാത്രയുടെ സുന്നത്ത് നിസ്കാരത്തിന്റെ അളവാണ്. നമുക്കറിയാം, യാത്ര ഒന്നും ഇല്ലെങ്കിൽ പോലും സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കാൻ നിർബന്ധമല്ല. ഇരുന്ന് നിസ്കരിക്കാം, പകുതി കൂലേ കിട്ടുള്ളൂ. ചെരിഞ്ഞു കടന്ന് നിസ്കരിക്കാം. ആർക്ക്? സുന്നത്ത് നിസ്കരിക്കുമ്പോൾ. നാട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു രോഗമില്ലെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട്, കൂലി കുറയും. എന്നാൽ ഇതുപോലെ സുന്നത്ത് നിസ്കാരം കഴിവിന്റെ പരമാവധി നിസ്കരിക്കാതിരിക്കണ്ടാച്ചിട്ടാണ് അങ്ങനെ ഇളവ് അനുവദിച്ചത്. യാത്രക്കാർക്കുള്ളൊരു ഇളവാണത്. കാരണം കഴിവിന്റെ പരമാവധി സുന്നത്ത് എങ്ങനെയെങ്കിലും നിസ്കരിച്ചോട്ട് വെച്ചിട്ട്. കാരണം ചിലപ്പോഴൊക്കെ മടിയോ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മള് നാട്ടിൽ തന്നെ നിന്ന് നിസ്കരിക്കാൻ ചിലപ്പോൾ ഒരു മടി വരും. ഫർദ് നിസ്കാരമൊക്കെ എങ്ങനെ നിസ്കരിച്ചാലും സുന്നത്ത് നിസ്കരിക്കണ്ടാ തോന്നും. അപ്പൊ ഇരുന്ന് കാണാനും അങ്ങനെ നിസ്കരിക്കട്ടെ, ഈ ചെരിഞ്ഞു കണ്ട് നിസ്കരിക്കാം. അതുപോലെ യാത്രയിലെ സുന്നത്ത് നിസ്കാരം ചിലപ്പോഴൊക്കെ കഥാക്കി പോകും. വേണ്ട, പോകുമ്പോ അങ്ങനെ ആംഗ്യം കാട്ടിയാൽ മതി. എങ്ങോട്ട്? കാസിദി മഹല്യമായി, എങ്ങോട്ടുള്ള യാത്ര? മുഅയ്യനായ മഹല്ലിനെ കരുതുന്നവൻക്കാണ് യാത്ര. എങ്ങനെയുള്ള യാത്ര? മുഅയ്യനായ മഹല്ലിനെ കരുതുന്നവൻക്ക് എന്ത് ചെയ്യാം? ഒരു കൃത്യമായ ഒരു സ്ഥലത്തേക്കാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. ഫജൂദു തനഫുൽ, അവൻക്ക് സുന്നത്ത് നിസ്കരിക്കാം. റാക്കിബൻ, വാഹനം കയറിക്കൊണ്ടും, വമാശിയൻ, നടന്നങ്ങനെ പോകണമെങ്കിൽ നടന്നുകൊണ്ട് അങ്ങനെ സ്കെച്ച് പോകാം. പോണ ഭാഗത്തേക്ക് തിരിഞ്ഞിക്കാൻ അങ്ങനെ സ്കെച്ച് നടന്ന് സ്കരിക്കും. ഫീഹി, യാത്രയിൽ. വലോ കസീറൻ, അത് ചെറിയ യാത്രയാണ് ശരി. 132 കിലോമീറ്റർ ഒന്നും ഇല്ലാത്ത യാത്ര ആണെങ്കിൽ ശരി. ഇവിടുന്ന് കോഴിക്കോട്ട് പോകണം എന്നാലും ശരി, 132 ഒന്നുമില്ല. ഞാൻ പക്ഷേ ഇസ്തറത്തു ഷർത്താക്കപ്പെടും. യക്കൂന മഖ്സിദുഹു, അവന്റെ ലക്ഷ്യസ്ഥലം ആവണം. എത്ര ദൂരമാവണം? ലാ അലാ മസാഫത്തിൽ, ഒരു ദൂരമാവണം. ലാ യുസ്മഉ നിദാഉ, ബാങ്ക് കേൾക്കപ്പെടൂല മിൻ ബലദി, അവന്റെ നാട്ടിൽ നിന്ന്. ബാങ്കോ ഒരു വിളിയോ ബാങ്കായിക്കോട്ടെ, ഒരു വിളി അവന്റെ നാട്ടിന്റെ അതിർത്തി നിന്നിട്ട് ഒരു വിളി വിളിച്ചാൽ കേൾക്കാത്ത അത്ര ദൂരം. അവന്റെ സ്വന്തം നാട്ടിന്റെ അതിർത്തിന്ന് വിളിക്കാച്ച കേൾക്കാത്തത്ര ദൂരത്തേക്ക് പോകും.
ബിശുറൂത്തിഹിൽ മുഖററത്തി ഫിൽ ജുമുഅത്തി, ജുമുഅയിലെ സ്ഥിരപ്പെട്ടതായ ഷർത്തുകൾ പാലിച്ചുകൊണ്ട്, അതായത് കാറ്റുകൾ അടക്കമുള്ള ഒരു സമയത്ത്, സുബഹിന്റെ മുമ്പൊക്കെ കാറ്റുകൾ അടക്കമുള്ള കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത്, ഒച്ചപ്പാടുകളോ വണ്ടിന്റെ ഒച്ചപ്പാടുകളോ അതുപോലെ മറ്റു ഒച്ചപ്പാടുകളോ ശബ്ദകോലാഹലമില്ലാത്ത സമയത്ത് നാട്ടിന്റെ ഒരു അതിർത്തിയിൽ വന്നുകൊണ്ട് വിളിച്ചാൽ കേൾക്കുന്ന ദൂരെ അതിനേക്കാൾ അപ്പുറത്തേക്കാവണം. അപ്പൊ അതാണ് ശുറൂത്തിഹിൽ മുഖററത്തി ഫിൽ ജുമുഅ. ഈ വിളി എങ്ങനെയുള്ള വിളിയാവണം? ജുമുഅയിൽ പറഞ്ഞ ഷർത്തുകൾ പാലിക്കപ്പെടുകയില്ല. ഖറജ ബിൽ മുബാഹി, ഹലാലായ യാത്ര എന്നതുകൊണ്ട് പുറത്തായി. ഖറജ സഫറുൽ മാസിയത്തി, ദോഷത്തിന്റെ യാത്ര പുറത്തായി. ദോഷത്തിന്റെ യാത്ര പുറത്തായി. അങ്ങനെ തെറ്റിന് വേണ്ടി യാത്ര പോകണമെങ്കിൽ അവിടെ സുന്നത്ത് നിസ്കരിക്കല് ഇങ്ങനെ പറ്റൂല, ശരിക്കും നിസ്കരിക്കണം. ഫലാ യജൂസു തർക്കുൽ ഖിബ്ലത്തി, അവിടെ ഖിബ്ലക്ക് ഉപേക്ഷിക്കൽ ജായിസല്ല. പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ ആർക്കില് ആബിക്കിൽ, ഓടിപ്പോകുന്ന അടിമക്ക്, ഒരു മുസ്ലിമിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അടിമ ഓടിപ്പോവുകയാണ്, അത് ഹറാമാണ്, അത് അവർക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല. മുസാഫിരി, ഒരു യാത്രക്കാരന്, ഒരു യാത്ര ചെയ്യുന്നവൻ, അല്ലെങ്കിൽ അവൻക്കുണ്ട് ദൈനുൻ ഹാലുൻ, അവധി എത്തിയ കടമുണ്ട്. ഇപ്പോൾ കൊടുത്തു വിട്ട അവധി നിശ്ചയിച്ച കടമല്ല, അടുത്ത 4-ാം തീയതി കൊടുക്കാനുള്ള കടമല്ല. ഇപ്പൊ യാത്ര ചെയ്ത് ഇപ്പോൾ അവധി എത്തിയിട്ടുണ്ട്, അപ്പൊ അവന് യാത്ര പോവുകയാണ്. കാതിരിനല്ലേ ആ കടം വീട്ടാൻ കഴിവുണ്ട്. മറ്റു മിനുമാരി ഇതിനിതായി കടക്കാരന്റെ സമ്മതമില്ലാതെ യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ പിന്നെ കടക്കാരന്റെ സമ്മതം. അപ്പൊ കടമുള്ളവർ ശ്രദ്ധിക്കണം, യാത്ര പോകുമ്പോൾ ആരെ സമ്മതം വാങ്ങണോ? നമ്മൾ ആർക്കാ കടം കൊടുക്കാനുള്ള അവനോട് ഒരു സമ്മതം ചോദിച്ചാണ് യാത്ര പോകേണ്ടത്. മറ്റേത് ഇങ്ങനെ സുന്നത്ത് നിസ്കാരത്തിലോ കിസ്ർ ജമ്മിന്റെ കിളവൊക്കെ നഷ്ടപ്പെടും, ഹറാമായ യാത്രയാണ്. ഹലാലായ യാത്രയാണെങ്കിൽ കടക്കാരുടെ സമ്മതമാണ്. കടം വാങ്ങുന്നവർ ശ്രദ്ധിക്കണം. അപ്പോൾ യാത്ര പോകുമ്പോൾ കടക്കാരുടെ സമ്മതത്തോടെ അയാൾ പോകാൻ പാടുള്ളൂ. നിങ്ങൾക്ക് പൊരുത്തം വേണം, നമുക്ക് പൊരുത്തം ഉണ്ടാവും. അപ്പൊ അവധി എത്തിയ കടമാണെങ്കിൽ, സമ്മതമില്ലാതെ പോവുകയാണെങ്കിൽ സുന്നത്ത് നിസ്കാരം ഖിബ്ലക്ക് മുന്നിടാതെ പറ്റൂല. ഇനി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് രൂപം പറയാണ്. വൈജിബ് നിർബന്ധമാണ് അല മാഷി, നടന്നുകൊണ്ടാണ് നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ നടന്നിങ്ങനെ പോകണം. എങ്കിൽ ഇത്മാമ് റുക്കോ പൂർത്തിയാക്കി ചെയ്യണം. സുജൂദ്, അതങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ പോകാം. റുക്കോയിന്റെ സുജൂദിന്റെ സമയത്തുമ്പോൾ കൃത്യമായിട്ട് ചെയ്യണം. ഖിബ്ലക്ക് മുന്നിടണില്ല എന്ന് നേരത്തെ പറഞ്ഞു, പോകുമ്പോൾ ഖിബ്ലക്ക് മുന്നിടണില്ല, പക്ഷെ റുക്കോ സുജൂദിന്റെ ഇടയിൽ പൂർത്തിയായി ചെയ്യണം. ലിസുഹൂലത്തി ദാലിക്ക്, നടന്നു പോകുകയാണെങ്കിൽ ലിസുഹൂലത്തി ദാലിക്ക്, അല്ലെങ്കിൽ അത് അവൻക്ക് എളുപ്പമായതിനു വേണ്ടി, അത് 8 മിനിറ്റ് കൊണ്ട് കഴിയില്ല. വാല റാക്കിബിൻ, റുക്കോയും സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തവും അത് പൂർത്തിയാക്കണം. അത് അവനക്ക് എളുപ്പമായതിനു വേണ്ടി, ലിസുഹൂലത്തി ദാലിക്ക്, അത് അവൻക്ക് എളുപ്പമായതിനു വേണ്ടി. റാക്കിബിൻ, വാഹനത്തിലാണ് കയറിയതെങ്കിൽ, വണ്ടിയിലാണെങ്കിൽ അവൻക്കുണ്ട് ഈമാവും ബിഹിമ, റുക്കോ സുജൂദ് കൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി. വണ്ടിയിൽ പോകുകയാണെങ്കിൽ വസ്തിഖ്ബാലും ബിഹിമ, ഈ റുക്കോ സുജൂദിൽ ഖിബ്ലക്ക് മുന്നിടൽ നിർബന്ധമാണ്. ഖിബ്ല അറിയുന്നുണ്ടെങ്കിൽ ഖിബ്ലക്ക് മുന്നിട്ട് റുക്കോ സുജൂദും ചെയ്യണം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തൊന്നും ഖിബ്ലക്ക് മുന്നിട്ട് തക്ബീറില്ല. ബൈന സുജൂദൈൻ, രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും ഖിബ്ലക്ക് മുന്നിടണം. ഫലാ യംശി, അപ്പൊ അവൻ നടക്കാൻ പറ്റൂല, ഇല്ലാ ഫിൽ ഖിയാമി, ഖിയാമിലല്ലാതെ നിൽക്കേണ്ട സ്ഥലത്ത് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. എത്തിദാലും അല്ലാതെ, റുക്കോയില് ഖിബ്ലക്ക് മുന്നിടണം, എത്തിദാലും നടക്കും. അത്തഹിയാത്തിലും അല്ലാതെ നടക്കാൻ പറ്റൂല. സലാമി വയഹ്റുമു, ഹറാമാണ് ഇങ്ങനെ നടന്നുകൊണ്ട് സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ ഇൻഹിറാഫുവൻ തെറ്റൽ, അന്നിസ്തിഖ്ബാലി, മുന്നിടലിനെ തൊട്ട്, സൗബി മഖ്സുദി, അവന്റെ ഉദ്ദേശിച്ച ഭാഗത്തേക്ക്, സൗബി
ഭാഗം മഖ്സിദി അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നിടുന്നതിനെ തൊട്ട് തെറ്റാൻ പാടില്ല. ലക്ഷ്യസ്ഥാനത്തേക്കാണ് മുന്നിട്ട് പോകേണ്ടത്. ആമിത മനഃപൂർവ്വം തെറ്റരുത്. ആലിമിനെ അറിഞ്ഞുകൊണ്ട് മുഖ്താര ഇഷ്ടപ്രകാരം തെറ്റരുത്. ഇല്ലായിരത്തി കിബിലയിലേക്കോ ഇല്ല, കിബിലയിലേക്ക് വേണമെങ്കിൽ തെറ്റാം. നടന്നങ്ങനെ പോകണം, വേറെ കൊണ്ടും തിരിയരുത്. സ്കരണീനത് വൈഷ്കറത്തോ ഷർത്താക്കപ്പെടും തെർക്കു ഫായിലിൻ കസീരിൻ അധികരിച്ച ഫീലിൻ കസീരിൻ അധികരിച്ചതായ പ്രവൃത്തി ഉപേക്ഷിക്കൽ. നടക്കുമ്പോൾ വേറെ പ്രവൃത്തികളൊന്നും ചെയ്യരുത്, നടക്കുന്ന പ്രവൃത്തി നിസ്കാരത്തിലാണെന്നുള്ള ബോധം വേണം. വൈഷ്കറത്തോ ഷർത്താക്കപ്പെടും തെർക്കു ഫീലിൻ കസീരിൻ അധികരിച്ച പ്രവൃത്തി അതുവിൻ ഓടും പോലെ ഓടരുത്. തഹരീക്കിരിച്ചിട്ടും കാലിൽ ഇളക്കും പോലെ ബിലഹാജിക്ക് ആവശ്യമില്ലാതെ അതൊന്നും പാടില്ല. തെറുക്കു നമുക്ക് കത്പാണ്. ഷർത്താക്കപ്പെടും തെറുക്കു തഅമ്മുദി വഖീ നജസ് നജസ്സിനെ ചവിട്ടലിനെ ഉപേക്ഷിക്കൽ. നജസ് മനഃപൂർവ്വം ചവിട്ടൽ ഉപേക്ഷിക്കൽ ഷർത്താണ്. വല്ല വ്യാപിച്ച് ഉണങ്ങിയ നജസ്സാണെങ്കിലും ശരി മനഃപൂർവ്വം ചവിട്ടരുത്. നമ്മത്തരീക്കത് വഴിയിൽ വ്യാപകമാണെങ്കിലും ശരി. വലായൊരു ബുദ്ധിമുട്ടില്ല. ഖത്താൻ പിഴച്ചുകൊണ്ട് ഉണങ്ങിയ നജസ് ചവിട്ടൽ. പിഴച്ചുകൊണ്ട് ഖത്താൻ പിഴച്ചുകൊണ്ട്. വലായുക്കല്ലഫു മാസിൻ നടക്കുന്നവനെ കീർത്തിക്കപ്പെടുന്നില്ല. ആ ഉണങ്ങിയ നജസ്സിനെ തൊട്ടൊക്കെ സൂക്ഷിക്കണം എന്ന് കീർത്തിക്കപ്പെടൂല. അങ്ങനെ ശ്രദ്ധിച്ച് നടക്കണമെന്നില്ല. ഉണങ്ങിയ നജസ് അറിയാതെ ചവിട്ടിയ പ്രശ്നമില്ല, മനഃപൂർവ്വം ചവിട്ടരുത്. സുന്നത്തസ്കാരത്തിൽ കിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. സുന്നത്തസ്കാരത്തിൽ കിബിലക്ക് മുന്നിടേണ്ട സ്ഥലം റാക്കിബി സഫീനത്തിൽ കപ്പൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, കപ്പൽ യാത്രക്കാരന് കിബിലക്ക് മുന്നിടാൻ കഴിയുന്നുണ്ടെങ്കിൽ കപ്പൽ ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ പോകലേക്കാറ് കുറെ തിരിയാതേക്കാരം പോലെ അധിക സമയം. അപ്പൊ അവർക്ക് എന്ത് നിർബന്ധമാണ്? കിബിലക്ക് മുന്നിടാൻ കഴിയും. വൈരി മന്നാഹി കപ്പിത്താൻ കഴിയും. അപ്പൊ ഈ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നോക്കും. അസ്സലാമു അലൈക്കും.